രാമസിംഹൻജി, അങ്ങയോട് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോ AMMA എന്ന് പറയുന്ന ആ ഒരു സംഘടന, അമ്മ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ അമ്മയും പെങ്ങന്മാരും മക്കളും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ദുരുപയോഗപ്പെടുത്തണ്ട. നമുക്ക് AMMA എന്ന് തന്നെ പറയാം. ഇനി വേറെ വല്ല കോഴിക്കോട് എന്നോ അത് തിരുത്തി പറഞ്ഞാലും മതി. എന്തായാലും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആരും ചോദിക്കേണ്ടതില്ല. സാർ, പല ആരോപണങ്ങളും വന്ന സമയത്തൊക്കെ ഇപ്പോ ഈ പറയുന്ന സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ വെള്ളക്കുപ്പായം ഇട്ട് വന്നുകൊണ്ട് വെളുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിനിമയിൽ ഇങ്ങനെ ഇല്ല എന്നുള്ളത്. അതിനെ സാധൂകരിക്കാൻ വേണ്ടി ജോമോൾ അടക്കമുള്ള സിനിമാ നടിമാരെ ഇരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല മഞ്ജു വാര്യർ അടക്കമുള്ള സ്ത്രീകളെ കൊണ്ട് മുൻപ് പറയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സിനിമയിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ അതിനെ ഒരു ലഘൂകരിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ ഉണ്ടോ സാർ ഇത്? അത് എങ്ങനെയാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സിനിമയിൽ ഇത് ഉണ്ട് ബിജു. ഇത് സിനിമ തുടങ്ങിയ കാലത്ത് അന്ന് മുതലാളി എന്നാ വിളിക്കുക. സിനിമയുടെ പ്രൊഡ്യൂസർമാരെ മുതലാളി എന്നാ വിളിക്കുക. ഈ മുതലാളിമാരെയാണ് അന്ന് മുതലാളിമാരെ തൃപ്തിപ്പെടുത്തിയാലേ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ഒരു അനുഭവം, ഞാൻ 77 മുതൽ സിനിമയിലുണ്ട്. ഇപ്പൊ നല്ല സിനിമയിൽ ഞാൻ ബാലനടനായിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയിൽ കൂടുതലും കിളവികളെ ഉണ്ടായിരുന്നു. ലളിത ചേച്ചി, കവിയൂർ പൊന്നമ്മ, പിന്നെ അങ്ങനെയുള്ള പ്രായം. അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ സിനിമയിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ സിനിമയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ വരുന്ന ആർട്ടിസ്റ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ, അതായത് അന്ന് ഇപ്പൊ നമുക്ക് വേശ്യകൾ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് വേശ്യയെ പോലെ ആവുന്നതിന് പകരം ഈ സിനിമയിലൂടെ വേശ്യാവൃത്തി നടത്തുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നതിൽ ആർക്ക് വിഷമം തോന്നരുത്, അങ്ങനെ ഉണ്ടായിരുന്ന സമൂഹമുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ, കാരണം അവർക്ക് വലിയ കഴിവൊന്നുമില്ല, പക്ഷെ അവർ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ചലിക്കും. അതിൽ നിന്ന് ജീവിച്ച് പണം ഉണ്ടാക്കി കുടുംബം പോറ്റുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം നമുക്ക് അവരൊന്നും പേര് പറയാൻ പറ്റില്ല, അങ്ങനെ ജീവിച്ച് വന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഭാഗമായിട്ട് അന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് സെറ്റ് പ്രോപ്പർട്ടി എന്നാണ്. തുറന്നു പറയാലോ, സെറ്റിലേക്ക് ഒരു പ്രോപ്പർട്ടി എടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവരൊക്കെ ചെയ്തത്. സെറ്റ് പ്രോപ്പർട്ടികൾ അവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവരാരും അങ്ങനെ. പക്ഷേ അത് കഴിവുള്ള ആർട്ടിസ്റ്റ്, നേരത്തെ വരുന്ന ആർട്ടിസ്റ്റിനോട് ഈ രീതിയിൽ ആര് പെരുമാറണം, അത് അടുത്ത കാലത്താണ് ഈ പറയുന്ന മൊരട്ട സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത്. നമ്മളൊക്കെ പറയും ഒരു പെണ്ണിന്റെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ പറയുന്നത്, ഒരു സ്ത്രീയുടെ കണ്ണുനീര് വീണാൽ, ഞാൻ അറിയപ്പെടുന്ന പല നടികളും എൻ്റെ അടുത്ത് നമുക്ക് പേര് ബിജുവിന് അറിയില്ല, പേര് പറയാൻ പറ്റില്ല, അവരൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ബിജു എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ പറഞ്ഞത്, അവരെ അണ്ടർവെയർ ഇടാൻ സമയം കൊടുക്കൂല. അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് അവരാദ്യം വന്ന അത്രമാത്രം ക്രൂരമായിട്ട് ഇതില് നമുക്ക് അതായത് ഈ പറയുന്ന പല രോഗികളായിട്ടുള്ള നടന്മാരും സംവിധായകരും ഉണ്ട്. നമുക്ക് രോഗികളായിട്ട് ചിലര് ഈ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ആയ കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സും പെർവേർട്ടഡ് ആയിരുന്നു. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ പാരമ്പര്യം പേറുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും. ഇപ്പം ഈ പ്രതിയായിട്ട് വന്നതൊക്കെ കിളവന്മാരാ കൂടുതലും. ചെറുപ്പക്കാരെക്കാളും കൂടുതൽ വരുന്നത് കിളവന്മാരാ വരുന്നത്. കാരണം അതിന്റെ പാരമ്പര്യമായിട്ട് വന്ന ഒരു മനസാക്ഷിയും ഇല്ലാതെ തങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ വരുന്ന, നമുക്കറിയാം പരസ്പര ബോധ്യത്തോടു കൂടി പലരും പരസ്പരം ഇത് ബന്ധപ്പെടുന്നതിന് ആരും ഒന്നും പറയില്ല. പക്ഷെ ഒരു 10-16 വയസ്സുള്ള കുട്ടികളോട് കാണിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം, കുറച്ച് സമയം എടുക്കും ബിജു പറയാൻ. കാരണം ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ് 2 പേര്. അപ്പൊ ആർട്ടിസ്റ്റ് ജയചേട്ടനുണ്ട്, മറ്റേ ഇന്നസെന്റ് ചേട്ടനുണ്ട്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റ്. അപ്പൊ അതിലേക്ക് വേണ്ടത് കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സിനിമ ഷൂട്ടിങ്ങിന്റെ തലേന്ന് ബോംബെയിൽ നിന്ന് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട്, 10-17 വയസ്സുണ്ട്, അച്ഛനും അമ്മയും വരിക. അച്ഛനും അമ്മയും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ആദ്യമേ പറയുന്നത്, ഒരു പെട്ടി ചുരിദാർ കൊണ്ടുവന്നിട്ട് ഞങ്ങള്
ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് സാറ് നോക്കി. അപ്പൊ ഞാൻ ചോദിക്കുക എന്താണ്? അപ്പൊ ഇതിൽ ആകെ ഒരു അനിയത്തി ക്യാരക്ടറേ ഉള്ളൂ ഇതിൽ, അല്ല ഹീറോയിനാണ്. അവന് ആര് പറഞ്ഞ ഹീറോയിനാണ്? അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫ്രോഡ് പ്രൊഡ്യൂസറിൽ ഒരാള് അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപ, തൊണ്ണൂറുകളിലാണ് 1.5 ലക്ഷം രൂപ ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ നായികയാക്കാൻ. ഞാൻ ആകെ ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ ഞാൻ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഡയലോഗ് പറയാൻ അറിയില്ല, ഒന്നുമില്ല, ഈ ഭ്രാന്ത് മാത്രമുള്ളൂ. അപ്പൊ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇതിൽ ചെറിയ എന്തെങ്കിലും ചെയ്യിച്ചു വിട്ടാ, നിങ്ങൾ ഈ കുട്ടിയെ വഷളാക്കരുത്. പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടിയാണ്. കഷ്ടി 16 വയസ്സ്, എനിക്ക് അത്രേ തോന്നുള്ളൂ. എന്റെ മോളെ പോലെ തോന്നി എനിക്ക് കണ്ടിട്ട്. ഞാൻ ഈ അച്ഛനെ അമ്മയെ മാറ്റി നിർത്തി പറഞ്ഞു, ഈ കുട്ടീനൊന്നും സിനിമയിൽ ഇങ്ങനെ വിടരുത് നിങ്ങൾ. ഈ കുട്ടിക്ക് ആഗ്രഹമുള്ളൂ, കുട്ടി കഴിവുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 2 സീന് എഴുതി ചേർത്തിട്ടെങ്കിലും ഞാൻ ചെയ്യിക്കായിരുന്നു. കുട്ടിക്ക് ഒട്ടും കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ കുട്ടിയും കൂടി തിരിച്ചു പോയിക്കോളൂ, സിനിമ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. ഇയാൾ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായി. പ്രൊഡ്യൂസർ തല്ലുകയൊക്കെ ചെയ്തു. ഈ ബഹളം മഹാറാണിയിൽ വെച്ചാൽ സംഭവിക്കുന്നത്. ഈ ബഹളം താഴത്തെ വേറെ സിനിമക്കാർ കേട്ടു. അവർ ഈ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ മോൾക്ക് ചാൻസ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഇതല്ല, നിങ്ങൾ നാളെ വന്നോ ഞങ്ങളുടെ കൂടെ നോക്കി ഈ കുട്ടീനെ ഊട്ടിയിലേക്ക് കൊണ്ടു. ഈ 16 വയസ്സുള്ള കുട്ടീനെ എൻ്റെ അടുത്ത് അമ്പിളിച്ചേട്ടൻ വന്ന് പറഞ്ഞു, അലിയേ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ട് ഇഞ്ചിഞ്ചായിട്ട്, എൻ്റെ ഒരു അനിയനുമുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്, ആ അച്ഛനോടും അമ്മയോടും മാറ്റി നിർത്തി പറഞ്ഞതാണ്, കൊണ്ടുപോകല്ലേ നിങ്ങൾ പൊയ്ക്കോ, വേണമെങ്കിൽ ഞാൻ ആ 1.5 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിച്ചു തരാം, പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങിച്ചു തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ചില അമ്മമാരുണ്ട് മക്കളെ കൊണ്ട് നടക്കുന്ന അമ്മ, ഇതൊക്കെ സത്യമാണ് അതിന്റെ സിനിമയുടെ ഒരു ഭാഗമായിട്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഉള്ളത് ഒരു സിനിമാക്കാരായിരിക്കണം നിർബന്ധമില്ല. പലരും വെളിച്ചപ്പാട് ഒരു ക്യാമറ ആയിട്ട്, കാരണം ഈ ഡിജിറ്റൽ ക്യാമറ വന്നപ്പം ഇത് എവിടുന്നും കിട്ടുന്ന ക്യാമറയായിരിക്കും, അതെടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ സിനിമയായി. അപ്പോ അങ്ങനെ ഒരു ചെറിയ ക്യാമറ എടുത്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ. എൻ്റെ ഒരു സുഹൃത്ത് 2 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്തു. ഒരു നാടക നടനായിരുന്നു. ഇയാളെ പിടിച്ച ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തോളൂ, സിനിമ ഡയറക്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന്റെ കെയറോഫ് വെച്ചിട്ട് ഇഷ്ടംപോലെ പെമ്പിള്ളേരെ വിളിച്ചു കെട്ടി 1 മാസത്തെ റിഹേഴ്സൽ, സിനിമയ്ക്ക് റിഹേഴ്സൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അവസാനം ഈ പെൺകുട്ടികളെല്ലാം കൂടി അവസാനം പ്രശ്നമായി, സിനിമ നടക്കുന്നുമില്ല. അവർ പോലീസ് കംപ്ലൈന്റ് ചെയ്തു. സംവിധായകൻ പോയിട്ട് നമ്മൾ പുഴയെ ചാടി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ സിനിമയിലുണ്ട്. അത് ഈ വലിയ സിനിമയിലും ചെറിയ സിനിമയിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ നടക്കില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വരുന്ന കുട്ടികൾക്ക് പ്രിക്കോഷൻ ഞാൻ പറയും, നമ്മൾ വരുന്ന കുട്ടികളോട് പറയും, ഇത് ഏത് ഭാഗത്തുനിന്നും ഉണ്ടാവാം. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ഉണ്ടാവാം, പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ടാവാം, ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുണ്ടാവാം. അപ്പൊ ഇതിനെ അതിജീവിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിൽക്കാവുള്ളൂ. ആരും ചോദ്യം തിരിച്ച് അടി കൊടുക്കണം. അപ്പൊ അതിനൊരു സപ്പോർട്ട് കൊടുക്കണ്ടേ? ഈ കുട്ടിക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ആളുണ്ടാവില്ല സെറ്റില്. എല്ലാരെയും വിഷയമായിട്ട് കാണുക അവര്. ഈ വരുന്ന ആൾക്കാരെ മുഴുവൻ ആ രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അതായത് ഇതിൽ ഏറ്റവും ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ മാനേജർമാര്, എക്സിക്യൂട്ടീവുകൾ, അവരെ കയ്യിലാണ് ഈ ഫോട്ടോസ് ഉണ്ടാവുക. സാറേ ഇത് മതിയോ? അപ്പൊ പ്രൊഡ്യൂസർക്ക് കിട്ടുമോ? നടക്കുമോ? അഡ്ജസ്റ്റബിൾ ആണോ? അപ്പൊ ഇവർക്ക് ഈ പ്രൊഡ്യൂസറെ പിടിക്കാനും ഈ സിനിമ നടക്കാനും വേണ്ടിയിട്ടുള്ള എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടീസ് ആണ് ഈ പെൺകുട്ടികൾ. ഷൂട്ടിങ്ങിലേക്ക് എത്തിക്കാനുള്ള, ഈ പ്രൊഡ്യൂസറെ ഇതിലേക്ക് വലിച്ചിടാനുള്ള ആദ്യത്തെ മരുന്ന് പെൺകുട്ടികളാണ്. അങ്ങനെ ഉപയോഗിച്ച ഇപ്പൊ നമുക്കൊക്കെ ബിജു, ഞാനിപ്പോ സിനിമയിലാണ്ട് 10-14 കൊല്ലായി. എന്നോട് ചോദിക്കും, സാറിന് അനൗൺസ് ചെയ്ത ഇഷ്ടം പോലെ കുട്ടികൾ വരുമല്ലോ, നമുക്ക് സിനിമ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ഇഷ്ടം പോലെ സിനിമ ഉണ്ടാക്കുന്നവരുണ്ട്, പണം ഉണ്ടാക്കുന്നവരുണ്ട്, ഈ പുതുമുകളെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നവരുണ്ട്, ലക്ഷങ്ങൾ മേടിച്ചിട്ട് ചെയ്യുന്നു.
ഇപ്പൊ സിനിമ ഒരു ക്രേസ് ആയിട്ട് ഭാര്യയുടെ താലി വേണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പാട്ട് എഴുതിയ ആളെ എനിക്കറിയാം. പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അയാൾ 1 ലക്ഷം രൂപ കൊടുത്തു ഒരു പാട്ട് എഴുതി കിട്ടാൻ സിനിമയിൽ. അപ്പൊ അത്രയും ക്രേസ് ആയിട്ട് വരുന്നവരെ ഇവർക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഈ ക്രേസ് കുത്തിട്ട് വരുന്നത്. പിന്നെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് അല്ലാത്തതാണെങ്കിലോ അവരിതേപോലെ പറയും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, ജീവനെ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ സിനിമ വേണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം. നല്ല ആൾക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പ്രയത്നിക്കുകയാണെങ്കിൽ അവർക്ക് വർക്ക് കിട്ടും. അത് കുഞ്ഞു കുഞ്ഞു വേഷം. ഈ ഒന്നാമത്തത് ഈ പറയുന്ന എക്സ്ട്രാ പണി ഉണ്ടല്ലോ, ഇത് 2000 ഇവർക്ക് 2000 രൂപ വാങ്ങിയിട്ട് 500 രൂപ കൊടുക്കുക. ഒന്ന്, നമ്മളുടെ അടുത്ത് ഒരാള് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് ആദ്യം അന്വേഷിക്കണം. പിന്നിൽ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം അവരെ കുറിച്ച് നമ്മളൊരു പഠനം പുറത്തു നടത്തണം. ഇപ്പം എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സുന്ദരികളും സുന്ദരന്മാരെന്ന് പറഞ്ഞൊരു സീരിയലിന് എനിക്കൊരു ഡാൻസറെ വേണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ ഡാൻസറെ കണ്ടു. ഞാൻ പറഞ്ഞു, വലിയ ഫാമിലിയിലെ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, സിനിമയിൽ എൻ്റെ ഒരു സീരിയലിൽ അഭിനയിക്കാവോ, ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. അയ്യോ എനിക്ക് പറ്റില്ല പറഞ്ഞു. പറ്റില്ല. ഞാൻ പറഞ്ഞു സിനിമ ഞാൻ മോശപ്പെട്ട ഏരിയ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് അന്വേഷിച്ച് പറഞ്ഞു ഞങ്ങൾ ONV സാറിന്റെ ഒക്കെ ഒരു ബന്ധുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ONV സാറിനെ വിളിച്ചിട്ട് എന്റെ പേരൊന്ന് പറയും. അവര് ONV സാറിനെ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, എനിക്ക് അറിയുന്ന ആളാണ്, ധൈര്യമായിട്ട് വിടാം. അവർ വന്നു അഭിനയിച്ചു ആ സീരിയലിൽ. അതേപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു അന്വേഷണം. ഇയാൾ ജെനുവിനാണ്, ആദ്യം ജെനുവിനാണ്, ആരാണ് ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത്, ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ. ഇതൊരു സാമാന്യ നിലയ്ക്ക് ഉടനെ നമ്മൾ ഒരാളെയും ആദ്യമായിട്ട് വരുന്നൊരു കുട്ടിക്ക് വലിയ റോൾ ആരും കൊടുക്കില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ശരി, നമ്മുടെ ഒരു ഓഡിഷൻ നമ്മൾ ക്യാമറ ഒരു 10, 4, 5 ഡയലോഗ്, ഒരു 2 ഡയലോഗ് കൊടുക്കുമ്പോൾ അറിയാം ഈ കുട്ടിയുടെ കാലിബർ എന്താണെന്ന്. ആ കാലിബർ കണ്ടതിന് ശേഷം പുതുമുഖങ്ങൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ കാലിബർ നോക്കിയിട്ടേ ചെയ്യുള്ളൂ, മറ്റൊന്നും നോക്കൂല. ടീച്ചറെ അവരോട് സെക്ഷൽ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്, കാരണം എനിക്ക് വേണ്ടുന്ന ആർട്ടിസ്റ്റാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് വേണം. അപ്പൊ ആ ആർട്ടിസ്റ്റിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റെമുനറേഷൻ കൊടുക്കത്തേ ഇല്ല. ആദ്യത്തെ സിനിമയിൽ വരുന്നതിന് ഒരു ടോക്കൺ തരും കേട്ടോ, അത്രേ ഉള്ളൂ പറയും. ആരും കൊടുക്കാറില്ല. ഇപ്പം ഞാൻ കൊണ്ടുവന്ന നടിയാണ് കുംകിയിലെ ലക്ഷ്മിനെ ഞാനാണ് ഹീറോയിനായിട്ട് കൊണ്ടുവന്നത്. ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മനോജ് KJ നടനായിട്ട് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യത്തെ സിനിമയ്ക്ക് അവർക്കൊന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് 5000 rupees ആണ് അവർ, പ്ലസ് നമുക്ക് കൺവെൻസ് കൊടുക്കും. ഇത്രയും ചെയ്യുള്ളൂ. അതല്ലാതെ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഇപ്പോഴാണെങ്കിലും കൊടുക്കൂല. ഇപ്പോഴും ആരും കൊടുക്കൂല, ആ എമൗണ്ട് ഒന്നും പറയുകയില്ല. അത്രയും വലിയ എമൗണ്ട് പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം, ഇത് മറ്റു രീതിയിൽ ഉപയോഗിക്കാനാണുള്ളത്. അപ്പൊ ഒന്ന്, ഈ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ സിനിമാക്കാർക്ക് ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മളൊന്ന് അന്വേഷിച്ചതിന് ശേഷമേ പോകുള്ളൂ. പിന്നെ ഒന്ന്, അമ്മയും കൊണ്ട് പോകരുത്, അച്ഛനെയും കൊണ്ട് പോകണം. ഒരു പെൺകുട്ടി അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മേനെയാണ് ഇവർ ആദ്യം വീഴ്ത്തുക. അമ്മയ്ക്ക് എന്താ, അമ്മ പോയി കഴിഞ്ഞാൽ അമ്മേന്റെ അടുത്ത് ഇവര് വലിയ സ്വപ്നങ്ങള്, നല്ല കഴിവുണ്ടോ, നല്ല മുഖാട്ടോ, പെട്ടെന്ന് കത്തി കയറും കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും, ഇതിന് സപ്പോർട്ട് ചെയ്യും. ഒന്ന് കണ്ണടച്ച നമ്മളെന്ന് പറഞ്ഞു പോകും. എപ്പോഴും ബലഹീനത വരുന്നത് ഈ അമ്മമാരിൽ നിന്നാണ്. അതേസമയത്ത് അച്ഛനാണെങ്കിൽ അത്രയല്ല, എന്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം അവർ കട്ടി, അല്ലെങ്കിൽ എന്റെ ആങ്ങളെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. ഒരു വിധപ്പെട്ട ആളുകൾ എന്റെ ആങ്ങളെ കൂടെ ഉണ്ടാവും, അതിന് സപ്പോർട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ റോങ് ആണെങ്കിൽ അപ്പൊ കട്ടി വരും. അമ്മയെ വേണം കൊണ്ടുവന്നോ, അനിയത്തിയെ വേണം കൊണ്ടുവന്നോ എന്ന് പറയുക. അപ്പൊ അവിടെ നമുക്ക് ഈ സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല, എവിടെയാണ് സെറ്റ് താമസിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സഹിക്കുക, നമ്മൾ പുറത്ത് താമസിക്കുക, രാവിലെ പോവാ, ലൊക്കേഷനിൽ പോവാ, തിരിച്ചു വരിക. ഒരു ലോഡ്ജിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ ഇത് വരുന്നത്.
അതിനകത്തേക്ക് പ്രത്യേക ലോകമാണ്. ഈ പറയുന്ന സിനിമയുടെ ലോഡ്ജിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് വേറെ നമുക്കൊരു നിയന്ത്രണവും ഇല്ല. നമുക്ക് ഒറ്റപ്പെട്ടു പോകും. ചിലപ്പോ ഭയങ്കര ട്രാപ്പ് ഉണ്ടാവും അതിനകത്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുക. മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ടാവുന്ന സ്ഥലമായിരിക്കില്ല, ചിലപ്പോൾ സെപ്പറേറ്റ് ലോഡ്ജിങ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെൺകുട്ടികൾക്ക് സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗാർഡിയൻ തന്നെ ആയിരിക്കും കേട്ടോ. വെള്ളമടിക്കുന്ന ആളായിരിക്കരുത്, ഈ പറയുന്നത് മറ്റുദ്ദേശത്തിൽ വീണ് പോകുന്നതാണ്. അങ്ങനെ ഒരു ഗാർഡിയനോട് കൂടിയേ പോകാവുള്ളൂ സിനിമ. ഞാൻ പറഞ്ഞുതരാം, ഇവിടുത്തെ കൊമ്പന്മാര് വിചാരിച്ചിട്ട് ദേഹത്തൊന്നും തൊടാൻ പറ്റാത്ത നായികന്മാര് കേരളത്തിലുണ്ടായിരുന്നു. എനിക്കറിയാം, അത്രയും ബോൾഡ് ആയിട്ടുള്ള നായികന്മാരുണ്ടായിരുന്നു. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ വരെ ശ്രമിച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത അത്രയും ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ കേരളത്തിലെ സിനിമയിലുണ്ടായിരുന്നു. അവരൊന്നും തുടക്കക്കാരായിരിക്കില്ല. ഇല്ല അല്ല, തുടക്കത്തിൽ വന്നിട്ട് പോലും അനങ്ങാൻ സമ്മതിച്ചില്ല ആർട്ടിസ്റ്റ്. എനിക്കറിയാവുന്ന അവരുടെ ദേഹത്ത് തൊടാൻ പറ്റിയിട്ടില്ല. ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്ക് തുടങ്ങി. കാരണം അവര് അങ്ങനത്തെ ഒരു പശ്ചാത്തലം എന്ന് വന്നാൽ ഒന്നില് പട്ടാളക്കാരുടെ മോഡായിരിക്കും. അങ്ങനെ ബോൾഡായിട്ട് വന്നവരെ, ഒരു ബോൾഡായിട്ട് വന്ന സ്ത്രീകളെ ആരും ഇതുവരെ ഉപദ്രവിച്ചില്ല. പിന്നെ ഇത് ചോദിക്കും, പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. ഇല്ല, ഇപ്പൊ അമൃതയോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ അമൃതയ്ക്ക് ആ ഒരു ബോൾഡ്നെസ് ഉണ്ടായി, ഒരു റിയാക്ഷൻ പവർ ഉണ്ടായി. എന്നാ പിന്നെ എനിക്ക് പൈസ വേണ്ട എന്ന് പറയാൻ അമൃതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ്. പിന്നെ അതുമല്ല സാറേ, ഇതെന്തുകൊണ്ടാണ് ഇതുവരെ ഇവര് റിയാക്ട് ചെയ്യാത്തത്? ഇപ്പോ തന്നെ എല്ലാം കൂടി ബൂം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വരുന്നത്, ബൂം ചെയ്ത്. എന്തുകൊണ്ടാണ് ഇതുവരെ അവര് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുവാണ്. സപ്പോർട്ട് കിട്ടാത്തത് ഒരു സൊസൈറ്റിയുടെ. ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ജനജീവൻ ചർച്ച കഴിഞ്ഞു വരിക, അവിടെ അഭയദേവ് പറഞ്ഞതറിയോ, കംപ്ലൈന്റ് കൊടുത്ത ആള് ഒരാൾ വേശ്യയാണ്, ഒരാൾ തുണി അയക്കുന്ന ആളാണ്. ഞാൻ തിരിച്ചു വേശ്യക്ക് ചോയ്സ് ഇല്ലെന്ന് വെച്ചാൽ, വേശ്യക്ക് ആരുടെ കൂടെ കിടക്കണമെന്ന് വേശ്യ തീരുമാനിക്കട്ടെ. ഇവരൊറ്റയ്ക്ക് വേശ്യയാകത്തുമില്ല. അപ്പൊ ഇവര് അങ്ങനെ അങ്ങോട്ട് ആക്കുകയാണ്. അതായത് ഒരാള് കംപ്ലൈന്റ് പറഞ്ഞാൽ ഉടനെ അത് വേശ്യയാണ്. ഇപ്പൊ സിനിമയില് ഇപ്പൊ പരസ്പര ധാരണയോടുകൂടി ഉള്ളതൊക്കെ ഉണ്ടാവാം, അത് നമ്മൾ അതിനെ കുറിച്ച് വിടുക. അതിനാരും കംപ്ലൈന്റ് പറയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവരങ്ങനെ പൊയ്ക്കോട്ടെ, അതിന്റെ മുകളിൽ അവരെന്ത് ആണ് ചെയ്തോട്ടെ. പക്ഷെ ഒന്നും അറിയാത്ത പുതിയ കുട്ടികൾ വരുമ്പോ ഈ ചെയ്യുന്നത് ദ്രോഹമാണ്. അത് ഈ പറയുന്ന ഈ ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികളെ വലയിലാക്കുന്നതും ഇതാക്കുന്നതും സിനിമാ ഫീൽഡാണ്. മറ്റൊരു ഫീൽഡിലും ഇതേപോലെയല്ല സ്വാതന്ത്ര്യം ഇല്ല. കാരണം സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്, അവിടേക്ക് പോലീസ് കയറൂല. സിനിമാക്കാരുടെ ലോഡ്ജിലേക്ക് പോലീസ് കയറിയത് ടീച്ചർ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പൊ അടുത്ത കാലത്ത് ഈ ബ്രൗൺ ഷുഗറും കാര്യങ്ങളൊക്കെ വന്നപ്പോ പേരിനൊന്ന് കറങ്ങി പോവാ സാറേ, കാരണം സെൽഫി എടുക്കണല്ലോ പോലീസുകാരന് നടന്റെ കൂടെ. അപ്പൊ ആ ലോകം വേറെ ലോകമാണ്. അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കൊണ്ടുപോയ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ ആഗ്രഹം, നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് കളയണമെന്നുള്ള ആദ്യമേ തീരുമാനിക്കണം. അവിടെ ബോൾഡായിട്ട് നിൽക്കണം. പിന്നെ ബോൾഡായിട്ട് നിന്ന്, ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊക്കെ എങ്ങനെയാ വരുന്ന വെച്ചാല്, ഈ മീഡിയ നമ്മുടെ കൈ കിടക്കല്ലേ, യൂട്യൂബ് കിടക്കല്ലേ ടീച്ചറെ. കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്തുകൂടെ? പണ്ടത്തെ പോലെ ഇല്ല. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരാൾ നമ്മൾ തേടി വരും, ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ വരും. ഇതിന് മീഡിയ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏത് പെൺകുട്ടികളാണ് സിനിമയിൽ അഭിനയിക്കാൻ പോണോ, മീഡിയയെ കുറിച്ചൊന്ന് പഠിക്കണം. നമ്മൾ ബോൾഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ബോൾഡ്നെസ് തന്നെ നിൽക്കണം. നമുക്കൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ ഭയന്ന് പിന്മാറുമ്പോഴാണ് നമുക്കെന്തിനാ ഭയം? ഇയാളെടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനമാണ്, അത് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് തുറന്നു പറഞ്ഞു. അത് തുറന്നു പറഞ്ഞിട്ട് നാട്ടുകാർ കളിയാക്കുക, വീട്ടുകാരെ അതിന് വിട്ടേക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനേക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്.
ഒരു പെണ്ണിന് വേണ്ടുന്നത് ബോൾഡ്നെസ് ആണ്. ഞാനത് പറഞ്ഞു, നീ ചോദിച്ചാൽ ഇനിയും പറയും എന്ന് പറയുന്നിടത്ത തീരുമാനം. പിന്നെ ഇത് മാത്രമല്ലല്ലോ പ്രൊഫഷൻ. താങ്കൾ ഇയാള് ഞാൻ കേട്ടത് മറ്റേ ഇത് പഠിച്ചെന്ന് പറഞ്ഞ അല്ലേ, എന്താ മറ്റേ ജേർണലിസം പഠിച്ച കുട്ടിയല്ലേ? അപ്പൊ ജേർണലിസം ഇത് തന്നെ ഒരു സബ്ജക്റ്റ് ആക്കി വർക്ക് ചെയ്യൂ. ഇപ്പൊ ഈ അനുഭവം തന്നെ ഒരു കാര്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്ത ടീച്ചർ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്തൂടെ? അപ്പൊ അതിലേക്ക് എടുക്കുക. ഇതിന്റെ നമ്മൾ പറയുന്ന ഉൾവഴികളിലൂടെ ഒന്ന് പോയി നോക്കുക എങ്ങനെയാണ് ഇത്. എന്താ പറയുന്നത്, ഇതിനോടുള്ളൊരു മാസ്മരികത ഒരിക്കലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നഷ്ടപ്പെടും. പുറത്തു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താണ് സ്ക്രീനിനെ കുറിച്ചുള്ളൂ. ആ സ്ക്രീനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എനിക്കൊന്നും അത് വലിയൊരു ക്രേസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ക്രേസ് ആണെങ്കിൽ ഒരു മാന്യന്റെ കമന്റ് ആണ്, ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കത്തില്ല എന്നതാണ് എന്റെ ഒരു വിശ്വാസം. ജോസ് എന്ന് പറയുന്ന ഒരു മാന്യന്റെ വിശ്വാസം. പുള്ളിയുടെ മകളും പുള്ളിയുടെ ഭാര്യയും പുള്ളിയുടെ പെങ്ങളും ഒക്കെ അതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അമൃതയെ പോലെയുള്ള ഒരുപാട് ഇരകൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ സാറിനെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അത് വലുത് തന്നെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ടീച്ചറെ ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് ഇപ്പൊ രാമസിംഹൻജിയെ പറഞ്ഞു. ഈ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് ലോഡ്ജിങ്ങിലേക്ക് വിടുന്ന സമയത്ത് നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ ബലാത്സംഗം പോലും ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള അനുഭവസ്ഥർ വെളിപ്പെടുത്തി വന്നു. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കൂലേ സിനിമയിൽ? ഇപ്പോ രാമസിംഹൻജിയെക്കാട്ടിൽ എക്സ്പീരിയൻസ് നമുക്കില്ല ഈ വിഷയത്തിൽ. 1977 മുതൽ സ്ക്രീനിന് മുന്നിൽ കാണുന്ന മുഖങ്ങളും പിന്നിൽ കാണുന്ന മുഖങ്ങളും മൾട്ടി പേഴ്സണാലിറ്റീസിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകളുടെ ഒരു പുസ്തകമാണ് ഈ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇത്. ജെട്ടിയിടാൻ പോലും സമ്മതിക്കാത്ത നടിമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇതൊരു ഭീകര മാഫിയയാണ്. ഇപ്പൊ നമ്മൾ ഈ മോളോട് പറയുന്നു, മോളെ റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം, ബോൾഡ്നെസ് വേണം, നീ ശക്തയാണ്, നീ വിചാരിക്കുന്നതിനേക്കാൾ കഴിവുള്ള പെൺകുട്ടിയാണ് നീ. പക്ഷേ അവൾ അനുഭവിക്കുന്ന മെന്റൽ ട്രോമ അവള് മാത്രമേ ഫേസ് ചെയ്യാനുണ്ടാകൂ. കാരണം ഇനിയിപ്പോ ഈ പെൺകുട്ടി പ്രതികരിച്ചു പോയി, ഇതിന്റെ പിന്നിലുള്ള ആളുകൾ നിസ്സാരന്മാരല്ലല്ലോ. അവർ ഈ കുട്ടിയെ ഒരുപക്ഷെ വേട്ടയാടിയേക്കാം, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ. അല്ലെ രാമസിംഹൻജി, ഒരാളെ ടാർഗറ്റ് ചെയ്തു പോയാൽ, ഇപ്പൊ തന്നെ ബാബുരാജ് പറയുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ രൂപത്തിലുള്ള പണമാണ്. ഞാൻ അമ്മയുടെ തലപ്പത്ത് വരുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയാണ് ഈ പണം. സിദ്ദീഖ് പറയുന്നു ഇതിന്റെ പിന്നില് വ്യക്തമായ രൂപത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംഘടിതമായ രൂപമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഇപ്പൊ ഈ പെൺകുട്ടി സിനിമയിലേക്ക് പോയത് അതിന് വ്യക്തമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇപ്പം സോണിയ മൽഹാർ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തുടക്കത്തിൽ തന്നെ. അപ്പൊ ഇവരൊക്കെ സിനിമാ മോഹവുമായിട്ടാണ് ഇവരുടെ കണ്ണികളിൽ അകപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇവര് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവർ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഒരിക്കലും എന്നെ തൊടാൻ പറ്റില്ല, തൊട്ടാൽ ചെകിടടിച്ച് ഞാൻ പൊളിക്കും എന്ന് പറയുന്ന പെൺകുട്ടികൾ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നു, സിനിമയിൽ ഇന്നും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വരില്ല. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇവരവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതല്ല, അതിന് വേറെ ഒരു ബോൾഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മളിത് കംപ്ലൈന്റ് കൊടുക്കണം. ഒന്ന്, ഫോൺ നമ്പർ ഉണ്ട്, കുട്ടികളിൽ ഫോൺ നമ്പർ കാണും, വിളിച്ച ആളുടെ ഫോൺ നമ്പർ കാണും. കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സേഫാണ് നമ്മള്. കാരണം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അയാൾ സിനിമാക്കാരനാണോ അല്ലേ എന്നുള്ളത് കംപ്ലൈന്റ് കൊടുത്തിട്ടണം. ഇപ്പൊ അത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കാരണം അയാൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ആദ്യം അറിയണമല്ലോ. അത് പോലീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ആ വ്യക്തി ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടിക്ക് പോയി. ഇവരൊക്കെ ഭീരുക്കളെ ടീച്ചറെ, ഇതിൽ ശരിയാണ് ഈ പറയുന്ന കൊലകൊമ്പന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ശക്തിയും പണവും ഉണ്ട്. പക്ഷെ ഈ താഴെ വീഴുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല. അവരൊന്നും അത് നമ്മൾ വെറുതെ പഠിക്കുന്ന. അവർക്ക് ഇപ്പൊ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ഉണ്ടാകുന്ന പവറൊന്നും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല.
അപ്പൊ ബാക്കിയുള്ള ഈ സൂപ്പർ സ്റ്റാറുകളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടുന്ന് ഈ ഒട്ടി നിൽക്കുന്ന ഒട്ടുസ്രാവുകൾക്കും കുറച്ച് വില ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ട ഇതാ. ഇതില് ഇങ്ങനെ ട്രാപ്പഡ് ആയിട്ട് പിന്നെ വന്ന ജീവിതങ്ങളെ ഒരുപാട് എനിക്കറിയാം. അതില് എനിക്ക് സങ്കടകരമായിട്ട് എനിക്ക് വളരെ എപ്പോഴും എൻ്റെ അടുത്ത് വരികയും സഹായിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവസാനം മൈസൂരില് ആ ടീച്ചറെ ആ പെൺകുട്ടിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. എന്നിട്ട് അവസാനം ഒരു ദിവസം ഞാൻ കേട്ടു മൈസൂരിൽ എല്ലാവരും സൂയിസൈഡ് ചെയ്തു. ഒരു കുടുംബം മൊത്തമായിട്ട് സൂയിസൈഡ് ചെയ്തു. സാറേ, നമ്മള് ഇതിന്റെ ഭീകരതയെ നോക്കിക്കാണുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിലേക്ക് ചേക്കേറിയ ആളുകൾക്ക് വളരെ വ്യക്തമായ രൂപത്തിൽ അജണ്ടകളുണ്ട്. അത് ഹിഡൻ അജണ്ടയാണെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടയിലും പുഴുവിലും വാരിയംകുന്നലിലും ഒക്കെ കണ്ടതാണ്. അപ്പൊ അവര് എല്ലാം രണ്ടും കൽപ്പിച്ചവരെന്നല്ല, മൂന്നും കൽപ്പിച്ചിറങ്ങിയ ആളുകളാണ്. അപ്പൊ അവരൊക്കെ സിനിമാ മേഖല ഏതാണ്ട് ഹൈജാക്ക് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇവരെ പ്രതിരോധിക്കാൻ എങ്ങനെ സാധാരണക്കാരന് സാധിക്കും? കഴിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെ, ഞാൻ 10 കൊല്ലമായിട്ട് പടം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അനുഭവിച്ചു. എത്രയോ സൂപ്പർ ഹിറ്റ് പടം ഉണ്ടാക്കിയാളാണ് ഞാൻ. 2010 ഇവർക്കെതിരായിട്ട് ഒരു സിനിമ ചെയ്തതിനു ശേഷം ടീച്ചർക്ക് അറിയോ, തിയേറ്ററിൽ നിന്ന് വരെ പടം എടുത്ത് മാറ്റി എന്റെ റിലീസ് ചെയ്തിട്ടേ ആ തിയേറ്റർ ഓടാൻ സമ്മതിച്ചില്ല ഇവര്. കാരണം അതില് ഇപ്പൊ മമ്മൂട്ടി നമ്മൾ വിചാരിക്കുന്ന നടനാണ്. മമ്മൂട്ടി നടനല്ല. മമ്മൂട്ടി നടനാണ്, പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, തിയേറ്റർ ഓണറാണ്. മോഹൻലാല് നടനാണ്, പ്രൊഡ്യൂസറാണ്, തിയേറ്റർ ഓണറാണ്. ഇതെല്ലാം ഇവരുടെ കയ്യിലാണ്. മോഹൻലാലിന് എത്ര തിയേറ്റർ കേരളത്തിൽ വിചാരിച്ചിട്ടാണ്? ധാരാളം തിയേറ്റർ ഉണ്ട്. അപ്പൊ ഇവർക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്റെ സിനിമ പുറം ലോകം കാണിക്കേണ്ടവരെ കാണിക്കണ്ട. അച്ഛൻ ഈ തിരകന വെച്ച് ചെയ്ത് അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണിക്കാൻ 4 തിയേറ്റർ എനിക്ക് കാണിക്കാൻ പറ്റിയത്. അതും ഞാനും ഭാര്യയും കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് KSFDCയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നു പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് 4 തിയേറ്റർ KSFDC തന്നത്. ഈ വലിയ മല്ലന്മാരോട് മത്സരിച്ച് ജയിച്ച ഒറ്റ ആളേ ഉള്ളൂ, അത് ഞാനാ. പക്ഷെ നമ്മുടെ ജീവിതം പോകും. നമ്മുടെ വരുമാന സ്രോതസ്സും കാര്യങ്ങളൊക്കെ പോകും ഈ മല്ലന്മാരോട് മല്ലിട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അതിലില്ല. അപ്പോ ഈ ഗ്യാങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ ഇത് വന്നു കഴിഞ്ഞാലും ശരി, ഇവരിത് തുടരും. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ഇത്രയും ദിവസമായിട്ട് കമാന്നൊരു അക്ഷരം ബി ഉണ്ണികൃഷ്ണൻ വേണ്ടിയിട്ടുണ്ടോ? ഫെഫ്കയുടെ ആൾക്കാരാണ്. ഇതിൽ രഞ്ജിത്ത് ഫെഫ്കയുടെ മെമ്പറാണ്. അതും കൂടി അറിയിക്കണം. പക്ഷെ ഫെഫ്ക അനങ്ങിയിട്ടുണ്ടോ? അനങ്ങിയിട്ടില്ല. അവരനങ്ങിയില്ല. ഇതിപ്പം അമ്മ വിരിച്ചു വിട്ടു, അടുത്ത പുതിയ കമ്മിറ്റി വരും, ശരി, വന്ന നല്ലത്. പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പ്രയാസമാണ് ഈ സിനിമയുടെ. പിന്നെ ഉള്ളത് ഓരോരുത്തരും അവനവനെ കീപ്പ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവനവനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ചെറിയ കൂട്ടായ്മയിലൊക്കെ ഉണ്ടാക്കി ചെറിയ സിനിമകളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതിൽ വന്നിട്ട് അവര് സിനിമാക്കാരായിട്ട് മാറുക. ബോൾഡായിട്ടുള്ള ഒരു മോളാണെങ്കിൽ ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തിട്ട് എനിക്ക് ജേർണലിസം പറ്റും, അപ്പൊ ഇതിനകത്ത് പഠിക്കണം, സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഞാനൊക്കെ അങ്ങനെയാ പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് സ്വന്തമായിട്ട് നമുക്കിപ്പം ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങളൊന്നും വേണ്ട, മൊബൈൽ ഫോൺ മതി. മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ സിനിമയ്ക്ക് ഒരു ഓസ്കാർ കിട്ടിയ കാലഘട്ടമാണ്. യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്നെ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള കഴിവ് പുറത്തു കൊണ്ടുവരണം. അതിന് സിനിമ മാത്രമല്ലല്ലോ, സിനിമയേക്കാൾ ശക്തമായിട്ടുള്ള മീഡിയ ആണത് ഈ സോഷ്യൽ മീഡിയ. അപ്പൊ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ധാരാളം പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി ഏതാണ്, ഈ ആർട്ടിസ്റ്റ് ഏതാണ് എന്ന് പോയിട്ട് തപ്പിയെടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ചിലപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ കഴിവുണ്ടെങ്കിൽ നമുക്ക് ആ കഴിവ് വെച്ചിട്ട് കയറി ആര് തടഞ്ഞാലും ഒരു ഈ മേഖല കേട്ടോ, ഈ എന്താണ് മെയിൻ മേഖലയിൽ നമുക്ക് കയറാൻ പറ്റൂല. അത് വേറെ കാര്യം. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കൂടെയൊന്നും അഭിനയിക്കണമെന്നില്ല. ഞാൻ ഈ സൂപ്പർ സ്റ്റാർ വെച്ച് സിനിമ ചെയ്തിട്ടില്ല. എന്റെ ആർട്ടിസ്റ്റ് ആരായിരുന്നു? ജഗതി, കൽപ്പന, KPCയിലുള്ള ഇങ്ങനെ തിലകൻ ചേട്ടൻ, ഇങ്ങനെയുള്ള വയസ്സന്മാരെ വെച്ചിട്ടും ഈ ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ ഉണ്ടാക്കിയത്.
സൂപ്പർ ഹിറ്റ് ആക്കിയതും അങ്ങനെയുള്ള സിനിമ വെച്ചിട്ടാണ്. നമ്മളൊന്നും ഒരിക്കലും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പുറകെ ഡേറ്റ് നോക്കി പോയിട്ടില്ല, ആ വഴിക്കേ പോയിട്ടില്ല. എന്നെ കൊണ്ടെന്ത് കഴിയാം. അപ്പൊ ആ ഓരോ കുട്ടികളും വന്ന് എന്നെ കൊണ്ടെന്ത് കഴിയാൻ പറ്റുമോ അത് ചെയ്യാൻ. ഞാനിതിന്റെ പുറകെ പോകണ്ട, അവരെന്റെ പുറകെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ, അങ്ങനെ തീരുമാനിക്കുക. പേടിക്കുന്നു വേണ്ട, തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു പേടിയും വേണ്ട. നമ്മള് ബോൾഡായിട്ട് ഇരിക്കുക. എന്താണ് അമൃത പ്രതികരണം? എന്താണ് അമൃത ജാമിത ടീച്ചർ ഒന്നും വേണ്ട. അമൃതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ജാമിത ടീച്ചറെ കിട്ടിയ അപ്പം ഇങ്ങനെ തുണ്ടാക്കി എന്താണ് കറി വെച്ച് കഴിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ ടീച്ചർ കൂടെ ജീവിക്കുന്നില്ലേ? എണ്ണ കിട്ടിയാലും അരച്ച് കലക്കി ജ്യൂസാക്കി കുടിക്കാനുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ? സെൻട്രൽ ഇന്റലിജൻസും സ്റ്റേറ്റ് ഇന്റലിജൻസും വന്നിട്ട് നിങ്ങളെ കൊല്ലും, ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ലേ? അതിനൊന്നും ഒരു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക, ശ്രമിക്കുക. ഈ രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഏതാണോ രംഗത്ത് എത്താൻ പറ്റുന്നത് അവിടെ എത്തുക. ചെറിയ ചെറിയ വർക്ക് ചെയ്ത് ചെറിയ വർക്ക് ജോലി ചെയ്യണം. ഈ സിനിമ സെക്കൻഡറിയാണ്, അതവിടെ നിന്ന് കിടന്നോട്ടെ. ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്തേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്തും. പക്ഷെ അതിലൂടെ ഈ പറഞ്ഞ ജേർണലിസ്റ്റ് ചെയ്യാം. അതിലും ബോർഡായിട്ട് ലോകത്ത് ഫ്രീലാൻസ് ചെയ്താൽ പോലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അപ്പൊ പഠിച്ചത് കൊണ്ടുപോവുക, അതിന്റെ കൂടെ ഇതൊരു പാഷനാക്കി ബ്രാൻഡാക്കി എടുക്കരുത്. അതാണ് കിടന്നോട്ടെ, അത് എത്താനുള്ള സമയമാകുമ്പോൾ എത്തും, അവസരം കിട്ടുമ്പോൾ എത്തും എന്ന് കരുതി.